ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മംഗൾവാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മംഗൾവാരം മലയാളത്തിൽ ചൊവ്വാഴ്ച എന്നാണ് വരുന്നത്. ഒരു പാൻ ഇന്ത്യൻ ആയിട്ട് തിയേറ്റർ റിലീസ് നവംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു മംഗൾവാരം എന്ന് പറഞ്ഞ ഒരു സിനിമ. പുറത്തൊരു ചെറിയ റോഡ് പണിയുണ്ട്, അതിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ടാവും, ക്ഷമിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു സിനിമ തിരക്കഥയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് അജയ് ഭൂപതിയാണ്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് പായൽ രാജ്പുട്ട്, ദിവ്യ പിള്ള, നന്ദിത ശ്വേത, അജ്മൽ അമീർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. തെലുങ്കിൽ റിലീസ് ചെയ്ത സിനിമയാണ്. പാൻ ഇന്ത്യ റിലീസായ മലയാളത്തിലൊക്കെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, എനിക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി OTT വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഗ്രാമത്തിൽ, ഹൈദരാബാദിലൊരു ഗ്രാമത്തിൽ ഒരു ദിവസം, ഒരു ചൊവ്വാഴ്ച, എന്താ പറയുക, ആ ഗ്രാമം നല്ലപോലെ മുന്നോട്ട് പോകുന്നൊരു ഗ്രാമമായിരിക്കും. പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നാലും ഒരു ചൊവ്വാഴ്ച ഒരു കിണറിൻ്റെ ഈ ഒരു ഗ്രാമത്തിലെ കിണറിനടുത്ത് 2 പേർ മരണപ്പെട്ട് കിടക്കുകയാണ്. അതിനുള്ള കാരണം അവിടെയുള്ള അങ്ങാടികളിലെ ഒരു ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ആ ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വരികയാണ്. അതേപോലെ തന്നെ അടുത്ത ചൊവ്വാഴ്ച ഇതേപോലെ തന്നെ 2 പേർ മരണപ്പെടുകയാണ്. അപ്പോൾ ഇതിന് പിന്നിലുള്ള മിസ്റ്ററി എന്താണെന്നുള്ളത് കാണിച്ചു തരുന്നത്. എന്തിനാണ് ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ, എന്തുകൊണ്ടാണ് ഈ ചൊവ്വാഴ്ചകളിൽ ഈ ഒരു കൊലപാതകങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് മംഗൾവാരം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കുകയാണെങ്കിൽ മസ്റ്റ് വാച്ച് മൂവി തന്നെ ഞാൻ പറയും. ഒരു ഹൊറർ ടച്ച് തുടങ്ങിയിട്ട് ഒരു മിസ്റ്ററി ലെവലിലേക്ക് വന്ന ഒരു ത്രില്ലർ മൂഡിലേക്ക് വന്നിട്ട് ആ രീതിയിലേക്ക് പോകുന്നൊരു ഭയങ്കര ട്വിസ്റ്റോട് കൂടിയ സിനിമയാണ്. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ട്വിസ്റ്റുകളുടെ പെരുന്നാളുകളിൽ തന്നെ പറയാം. കിടലൻ സിനിമയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 18+ മൂവിയാണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർ അതായത് A സർട്ടിഫിക്കറ്റുള്ള മൂവിയാണ്. 18 വയസ്സിന് താഴെയുള്ളവർ കാണാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയലൻസ് അല്ല, കുറച്ച് സെക്സ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. 18+ എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആസ്വാദനത്തെ ബാധിക്കുന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. മംഗൾവാരം ശരിക്കും പറയുന്നത് പെർഫോമൻസ് ഞെട്ടിച്ച് തന്നെ പറയാം. പായൽ രാജ്പുട്ട് അതുപോലെ തന്നെ ദിവ്യ പിള്ളയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. ദിവ്യ പിള്ള ഇത്രയും കാലിബറായിട്ടുള്ളൊരു നടിയാണ്, അത്രയും പെർഫോമൻസ് കയ്യിലുണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ദിവ്യ പിള്ളയുടെ ഒക്കെ. ഈ സ്ക്രീൻ പ്ലേ, തിരക്കഥ എല്ലാം, ആ കഥ പറയുന്ന രീതി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ക്വാളിറ്റി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തെലുങ്ക് മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മലയാളം ഡബ്ഡ് വേർഷനാണ് ചൊവ്വാഴ്ച എന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഏകദേശം 2.5 മണിക്കൂറിൻ്റെ അടുത്താണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. 2 മണിക്കൂർ 28 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാം. ത്രില്ലർ സിനിമകൾ, സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഞങ്ങളുടെ പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ തന്നെ, നല്ല ക്വാളിറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ 18+ ആണ്, അത് മനസ്സിൽ വെച്ച് കാണുക. അതാണ് മെയിൻ കണ്ടൻറ്റ്, അതാണ് സിനിമയുടെ മെയിൻ കണ്ടൻറ്റ് ഉള്ളത്. എന്തായാലും സിനിമ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.